എണ്ണ പൗഡർ ഞാൻ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. പിന്നെ തേയില പൊടി, കാപ്പിപ്പൊടി ഓരോ സ്പൂൺ വീതം തിളപ്പിച്ചെടുത്തു. തൈര് 3 സ്പൂൺ ഒഴിച്ചു. പിന്നെ ആ തേയിലപ്പൊടിയും കാപ്പിപ്പൊടിയും കൂടെ തിളപ്പിച്ച വെള്ളം ഇതിനകത്തൊഴിച്ച് മിക്സ് ചെയ്തു. അതിനുശേഷം മുട്ടയുടെ ഒരു വെള്ളം എടുത്ത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. പോകുന്ന വഴിക്ക് എനിക്ക് കുറച്ച് മൾബറി കിട്ടിയിരുന്നു. പിന്നെ ഇവിടെ മുട്ട ബിരിയാണി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം മിക്സ് ചെയ്തതിനകത്തേക്ക് ഞാനൊരു ഇരുമ്പിൻ്റെ കഷ്ണം ഇടുന്നുണ്ട്. ഇരുമ്പിൻ്റെ എന്നുദ്ദേശിക്കുന്നത് എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു ഇരുമ്പ് കഷ്ണമാണത് കേട്ടോ. അതിട്ട് ഇതിനകത്തിട്ട് മൂടി വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേന്നാണ് ഇതെടുക്കുന്നത്. ഇത് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു മെയിൻ റീസൺ ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേന് നിറയെ നരകൾ കാണുന്നു. പണ്ടത്തെ മദർ തെരേസയൊക്കെ ഓർത്തെങ്കിലും എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഞാൻ മന്ത്ലി ഒരു പാക്ക് ചെയ്യാറുണ്ട്. ഇത് ഞാൻ പിറ്റേന്ന് എടുത്തപ്പോൾ ഉള്ള കൺസിസ്റ്റൻസിയാണ്. അപ്പം താരൻ പോകാനും ഇതെനിക്ക് നല്ലതായിട്ട് തോന്നി കേട്ടോ. എണ്ണ ആദ്യം തേക്കണം. ഇത് ഞാനിപ്പോൾ എണ്ണ തേക്കാണ്. നിറയെ എണ്ണ തേക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയാണ് തേക്കുന്നത്. അല്ലെങ്കിൽ അതങ്ങ് ഭയങ്കര ഫ്രിസി ആയിട്ടായിപ്പോവും. എന്നിട്ട് തന്നെ എനിക്ക് എണ്ണ തേക്കാത്ത പോലെ എനിക്ക് തോന്നിയത് എല്ലാം കഴിഞ്ഞ് പാക്കിട്ട് കഴിഞ്ഞപ്പോൾ. അപ്പം നല്ല രീതിയിൽ എണ്ണ തേക്കുക. അത് ഹോട്ട് ഓയിൽ മസാജ് ആണെങ്കിൽ നല്ല സുഖമായിരിക്കും കേട്ടോ. പിന്നെ പനിയൊക്കെ വരുന്നവരാണെങ്കിൽ ഈ പാക്ക് അങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കുന്നത് ഒന്ന് സൂക്ഷിച്ചു വേണം. പിന്നെ ഞാനൊരു ഗ്ലൗ എടുത്തിട്ട്, കാരണം ഇത് കയ്യിൽ കളറാവും മൈലാഞ്ചിയുടെ. വലത്തെ കയ്യിൽ ഗ്ലൗ ഇല്ല, ഇത് ഇടത്തെ കയ്യിൽ ഇട്ടേക്കുന്നത്. ഇട്ട വഴിക്ക് അത് കീറുകയും ചെയ്തു. പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ ഞാനതിട്ട് ഇങ്ങനെ കുറേശ്ശെ വീതം എടുത്തിടാൻ തുടങ്ങി. അവിടെയൊക്കെ വീഴുന്നുണ്ട്. ഞാനപ്പം ഇതിപ്പോൾ നമുക്ക് വേറെ ഒരാൾ ഇട്ട് തരുവാണെങ്കിൽ പാർട്ടീഷൻ ചെയ്ത് അത് ഇടാൻ പറ്റും. ഞാനിപ്പോൾ ഇത് വാരി ഇട്ടുകൊണ്ടിരിക്കുക. ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ സ്കാൽപ്പിലാണ്, എൻ്റെ മുടിയേക്കാളി. കാരണം എനിക്ക് കുറച്ച് താരൻ്റേതായ കുറച്ച് ഡിസ്റ്റർബൻസ് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ മന്ത്ലി എന്തെങ്കിലും ഒരു സാധനം തനിയെ ചെയ്യാറുള്ളതാണ്. അപ്പം ഇതിപ്പം തലയിൽ മൊത്തം ഇട്ട് കഴിഞ്ഞിട്ട് കാണാം. തലയിലെല്ലാം ഇട്ട് കഴിഞ്ഞു. അതിനുശേഷം ഞാനൊരു ബണ്ണെടുത്ത് കെട്ടി വെക്കുന്നുണ്ട്. അത് ഡ്രസ്സിലൊക്കെ എന്നിട്ട് തന്നെ ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇത് കഴുകിക്കളയാൻ 3 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ അന്നേരം കഴുകിക്കളയുന്നത് ഒരു മൈൽഡായിട്ടുള്ള ഷാമ്പു വെച്ചാണ്. കഴുകി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ നോക്കിയപ്പോൾ കളറ് പിടിച്ചിട്ടില്ല. കാര്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുറച്ചൊക്കെ സ്ഥലങ്ങളിൽ കളറുണ്ട്, ഒരു ചെറിയ ഓറഞ്ച് ടിൻ്റായിട്ട് വരുന്നുണ്ട്. പക്ഷേ എല്ലായിടത്തും ഇല്ല. പക്ഷെ തലയിലുള്ള ആ താരൻ എല്ലാം പോയിട്ടുണ്ട്. അതെനിക്കിഷ്ടപ്പെട്ടു. അതിൽ തന്നെ മുടി പിടിക്കുമ്പോഴത്തേനും നല്ല സോഫ്റ്റായിട്ട് കിടക്കുന്നുണ്ട്, നല്ല സുഖമുണ്ട്. അതിൽ തന്നെ എനിക്ക് കാണാനും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച സാധനം വന്നില്ലെങ്കിലും കിട്ടിയ സാധനത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. ആ ഒരു റിസൾട്ടിൽ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെയായിട്ട് ഞാനിങ്ങനെ ഓരോന്ന് പോസ് ചെയ്തുകൊണ്ടിരിക്കുക. ക്യാമറ കണ്ടതിൻ്റെ സന്തോഷത്തിൽ, എൻ്റെ തലമുടി എനിക്ക് ഇത്രയൊക്കെ ലെവലിൽ ഓരോന്ന് ചെയ്തെടുക്കാൻ പറ്റിയതിൻ്റെ ഹാപ്പിനെസ്സിൽ ഞാൻ പിന്നെ ക്യാമറ നോക്കി ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ മുടി ഇങ്ങനെ പിടിക്കുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ. നല്ല ഭയങ്കര സോഫ്റ്റാണ്, സിൽക്കി ആയിട്ട് കിടക്കുകയാണ്. കൊള്ളാം, നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. ഇതിനകത്ത് നെല്ലിക്കപ്പൊടി കൂടി ഇടുകയാണെങ്കിൽ ആ പാക്ക് ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ള സാധനങ്ങൾ വെച്ചാണ് ഞാൻ പെട്ടെന്ന് ഈ ഒരു പാക്ക് ഉണ്ടാക്കിയെടുത്തത്. കൊള്ളാവോ?